ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഡാറ്റ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നത്. അതിനുള്ള ചെറിയൊരു പരിഹാരമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന 99% ആളുടെ കയ്യിലും മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു 6 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ഈ ആപ്ലിക്കേഷനകത്തുള്ള ചെറിയ സെറ്റിങ്സുകളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഡാറ്റ സേവ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള കുറച്ച് സെറ്റിങ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സെറ്റിങ്സുകളും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ തന്നെ ഒരു പരിധിവരെ നിങ്ങളുടെ ഡാറ്റ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ആദ്യം തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. മുകളിൽ വലതുവശത്തുള്ള നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം യൂട്യൂബിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. താഴെയായിട്ട് സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ ഒരു സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് രണ്ടാമതായിട്ട് കാണുന്ന ഡാറ്റ സേവിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഡാറ്റ സേവിംഗ് മോഡ് എന്നുള്ള ആദ്യത്തെ ഈ ഒരു ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ എനേബിൾഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. താഴെ 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റെഡ്യൂസ് വീഡിയോ ക്വാളിറ്റി, നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോയുടെ ക്വാളിറ്റി കുറച്ചിട്ട് നിങ്ങളുടെ ഡാറ്റ സേവ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ടും മൂന്നാമതായിട്ട് കാണുന്ന ഈ 2 ഓപ്ഷനും വൈഫൈയിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് ടേൺ ഓൺ ചെയ്ത് നോക്കുക. അതിനുശേഷം പിറകിലേക്ക് വരിക. മൂന്നാമതായിട്ട് കാണാൻ സാധിക്കും ഓട്ടോ പ്ലേ. ഈ ഒരു ഭാഗം ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോ എന്നുള്ള ഭാഗം നിങ്ങൾ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ഓഫായിട്ട് തന്നെ വെക്കുക. ഓട്ടോ പ്ലേ നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത വീഡിയോ പ്ലേ ആവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നിങ്ങൾ എപ്പോഴും ഓഫ് ചെയ്ത് വെക്കുക. ടെലിഗ്രാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ടെലിഗ്രാം ഓപ്പൺ ചെയ്യാം. ഇടതുവശത്തായിട്ട് 3 ലൈന് കാണാൻ സാധിക്കും. ഈ ഒരു ലൈൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് കാണാം. ഈ ഒരു സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഡാറ്റ ആൻഡ് സ്റ്റോറേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യുക. ടെലിഗ്രാമിൽ നമുക്ക് കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാവാം. മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അനാവശ്യമായിട്ട് ആ ഗ്രൂപ്പുകളിലൊക്കെ കുറേ വീഡിയോസ്, ഇമേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവാം. അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിങ്സ് ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ. ഈ ഒരു ഭാഗം നിങ്ങൾ എപ്പോഴും ഡിസേബിൾ ചെയ്ത് വെക്കുക. ഇനി ഗ്രൂപ്പിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. താഴെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും വെൻ കണക്റ്റഡ് വൈഫൈ എന്നുള്ള ഒരു ഓപ്ഷൻ. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. നമ്മൾ വൈഫൈ ഉള്ള സമയത്ത് മാത്രം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകുന്നതായിരിക്കും. അടുത്തതായിട്ട് എല്ലാ ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്തും കാണുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫോട്ടോസ്. ഈ ഒരു ഫോട്ടോസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് ഓട്ടോമാറ്റിക്കായിട്ട് സിങ്ക് ആവുന്നതായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഡാറ്റ കുറേ നഷ്ടപ്പെടും. ഇനി അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫോട്ടോസ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിൽ ഇടതുവശത്തുള്ള ഈ ഒരു 3 ലൈന് കാണാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സിൻ്റെ അകത്ത് ആദ്യത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും ബാക്കപ്പ് ആൻഡ് സിങ്ക് എന്നുള്ള ഓപ്ഷൻ. ഈ ഒരു ഭാഗം നിങ്ങൾ എപ്പോഴും ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ആകുന്നതായിരിക്കും. അപ്പം ഇതുവഴിയും നിങ്ങളുടെ ഡാറ്റാസ് കുറേ നഷ്ടപ്പെടുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സിങ്ക് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. സോഷ്യൽ മീഡിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഫേസ്ബുക്ക് ആയിരിക്കും. എന്നാൽ ഫേസ്ബുക്കിൻ്റെ അകത്തുകൊണ്ട് ഇത്തരത്തിൽ ഡാറ്റ സേവ് ചെയ്യാനുള്ള സെറ്റിങ്സുകൾ. അതിനായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. വലതുവശത്തായിട്ട് മുകളിൽ കാണുന്ന 3 ലൈനൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. വീണ്ടും താഴെയായിട്ട് കാണാം നമുക്ക് സെറ്റിങ്സ്. ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ മീഡിയ. ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും വീഡിയോ ക്വാളിറ്റി. നിങ്ങളിവിടെ സെലക്ട് ചെയ്യേണ്ടത് ഡാറ്റ സേവറാണ്. ഞാനിവിടെ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡാറ്റ സേവർ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ അകത്ത് വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി കുറച്ചിട്ട് നിങ്ങളുടെ ഡാറ്റ സേവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോ പ്ലേ. ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നെവർ ഓട്ടോ പ്ലേ വീഡിയോസ് ആണ്. നമുക്ക് ഓപ്ഷൻ ഉണ്ട് മുകളിലായിട്ട് ഓൺ മൊബൈൽ ഡാറ്റ ആൻഡ് വൈഫൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓൺലി വൈഫൈ വേണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ സെലക്ട് ചെയ്യുക. ഇനി ഡാറ്റ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നെവർ ഓട്ടോ പ്ലേ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലും നിങ്ങൾക്ക് ഡാറ്റ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. മുകളിലായിട്ട് വലതുവശത്തായിട്ട് 3 ലൈന് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ സെറ്റിങ്സ് ഇവിടെ കാണാം. സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് സെറ്റിങ്സ് കാണാം. ഈ ഒരു അക്കൗണ്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട്
വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും സെല്ലുലാർ ഡാറ്റ യൂസ്. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ കാണാം യൂസ് ലെസ് ഡാറ്റ സേവർ എന്നുള്ള ഭാഗം നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡാവുന്ന വീഡിയോസൊക്കെ സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഡാറ്റ സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൈ റെസൊല്യൂഷൻ മീഡിയ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഓപ്ഷൻ ഉണ്ട്. നെവർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വൈഫൈ ഓൺലി, അല്ലെങ്കിൽ ഡാറ്റയും വൈഫൈയിലും നമുക്ക് വർക്ക് ചെയ്യാം. അത്തരത്തിലുള്ള 3 ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ നെവർ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡാറ്റയിൽ ഒരിക്കലും അത് റണ്ണ് ചെയ്യുന്നതായിരിക്കില്ല. അടുത്തതായിട്ട് വാട്സപ്പ് നോക്കാം. വാട്സപ്പിൻ്റെ അകത്ത് സാധാരണ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ചാറ്റ് ബാക്കപ്പിൻ്റെ അകത്ത് ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ വാട്സപ്പിൽ നിന്നും ഡാറ്റ സേവ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലായിട്ട് വലതുവശത്ത് കാണുന്ന ഈ ഒരു 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ഈ ഒരു സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. ആ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കും ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ്. ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മിക്ക ആളുകളുടെയും വാട്സപ്പിൽ ഈ ഒരു ഓപ്ഷൻ ഡെയിലി എന്നുള്ളൊരു ഓപ്ഷനാണ് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ഡെയിലി ഓപ്ഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും സാധാരണ വാട്സപ്പ് ബാക്കപ്പ് ആവുന്ന ടൈം എന്ന് പറയുന്നത് 2 മണി മുതൽ പുലർച്ചെ 4 മണി വരെയാണ് എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ആവും. ഇങ്ങനെ ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങളുടെ ഡാറ്റ നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. നെവർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഓട്ടോമാറ്റിക്കായിട്ട് അത് ബാക്കപ്പ് ആവില്ല. രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ വന്നിട്ട് ടാപ്പ് ചെയ്താൽ മാത്രമേ ആ ഒരു ബാക്കപ്പ് നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വീക്കിലി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മന്ത്ലി ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു വീക്കിലി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ചിട്ട് തന്നെ ആ ഒരു സമയത്ത് ബാക്കപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്ത് തന്നെ താഴെയായിട്ട് കാണാൻ സാധിക്കും സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മീഡിയ ഓട്ടോ ഡൗൺലോഡ്. ഈ ടെലിഗ്രാമിൽ പറഞ്ഞതുപോലെ തന്നെ ധാരാളം ഗ്രൂപ്പുകൾ നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്തുണ്ടാവും. ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡായിട്ട് നമ്മുടെ ഡാറ്റാസൊക്കെ നഷ്ടപ്പെടും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാം വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യണം അത് സെറ്റ് ചെയ്യാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്നും തന്നെ ഇവിടെ സെറ്റ് ചെയ്യാതിരിക്കുക. കാരണം ഗ്രൂപ്പുകളിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇനി താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വെൻ കണക്റ്റഡ് വൈഫൈ കണക്ട് ചെയ്ത സമയത്ത് എന്തൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം അതെല്ലാം തന്നെ നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എല്ലാം ഡൗൺലോഡായിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പം ഇത്തരത്തിലൊക്കെ സെറ്റിങ്സുകൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഡാറ്റ സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ച് മുകളിലായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും യൂസ് ലെസ് ഡാറ്റ ഫോർ കോൾ. ഈ ഒരു ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ഡാറ്റാസ് കുറേ ഭാഗം സേവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡാറ്റ മാത്രമേ എടുക്കത്തുള്ളൂ. അവസാനമായിട്ട് ഗൂഗിൾ ക്രോമിൻ്റെ അകത്തുള്ള ചെറിയൊരു സെറ്റിങ്സ് ആണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്തായിട്ട് കാണുന്ന ഈ ഒരു 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെയായിട്ട് കാണുന്ന സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ലൈറ്റ് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില ഫോണുകളിൽ ചില അപ്ഡേഷനിൽ മാത്രമേ നമുക്കിത് ലഭിക്കുന്നുള്ളൂ. എല്ലാ ഫോണിൻ്റെ അകത്ത് ഇത് കിട്ടുന്നില്ല. നിങ്ങളുടെ ക്രോം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, അതിൽ ലഭിക്കുന്നതായിരിക്കും. ലൈറ്റ് മോഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എനേബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ ഇതിൽ നിന്നും സേവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന സമയത്തൊക്കെ ലോ ഡാറ്റ മാത്രമേ നിങ്ങളുടെ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് ഡാറ്റ സേവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.